നമസ്കാരം. ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട കാർ ബ്രാൻഡാണ് മാരുതി സുസുക്കി. രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബലേനോ പ്രീമിയം ഹാച്ച്ബാക്കിന്റെയും ബ്രേസ എസ്യുവിയുടെയും നടുവിലായി എന്തെങ്കിലും വേണമെന്ന ആലോചനയിൽ പിറവിയെടുത്ത മോഡലാണ് മാരുതിയുടെ ഫ്രോങ്സ്. കൂപ്പെ എസ്യുവികളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ പണികഴിപ്പിച്ച വണ്ടി ഷോറൂമുകളിൽ എത്തിയതോടെ ആളുകളെല്ലാം വെച്ചുപിടിച്ചത് ഫ്രോങ്സ് സ്വന്തമാക്കാനായിരുന്നു. 2023 ഓട്ടോ എക്സ്പോയിൽ ജിംനിക്കൊപ്പം സർപ്രൈസായി കൊണ്ടുവന്ന വാഹനത്തിന് പിന്നെ ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടില്ല എന്നതാണ് സത്യം. കൂപ്പെ പോലുള്ള സ്റ്റൈലിങ്ങും താങ്ങാനാകുന്ന വിലയും കൂടിയായപ്പോൾ സംഗതി കളറായി. വിപണിയിലെത്തി ആദ്യത്തെ 10 മാസത്തിനുള്ളിൽ 1 ലക്ഷം വിൽപ്പനയുമായി ഈ നേട്ടം കൈവരിക്കുന്ന വേഗതയേറിയ മോഡലായും ഫ്രോങ്സ് റെക്കോർഡിട്ടിരുന്നു. അങ്ങനെ ഒട്ടേറെ നേട്ടങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ വാഹനത്തിന്റെ വില ചെറുതായി ഒന്ന് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കമ്പനി. 2025 ഫെബ്രുവരി മുതൽ മോഡൽ നിരയിൽ ഉടനീളം വില വർധന പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ടാണ് ജനപ്രിയനും വില കൂട്ടിയിരിക്കുന്നത്. ഇനി ഫ്രോങ്സ് വാങ്ങാൻ പോകാനിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മാരുതിയുടെ കൂപ്പെ എസ്യുവിയുടെ പുതിയ വിലകൾ ഇറങ്ങിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഡെൽറ്റ 1.2 AGS, ഡെൽറ്റ പ്ലസ് 1.2 AGS, ഡെൽറ്റ പ്ലസ് O 1.2 AGS തുടങ്ങിയ തിരഞ്ഞെടുത്ത വകഭേദങ്ങൾക്ക് 5500 മുതൽ 10000 രൂപ വരെയാണ് കമ്പനി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഇതുകൂടാതെയുള്ള കാറിന്റെ മറ്റെല്ലാ വകഭേദങ്ങൾക്കും 500 രൂപയുടെ വർധനവ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെ മാരുതി സുസുക്കി ഫ്രോങ്സിന്റെ പുതിയ എക്സ്ഷോറൂം വില 7,52,000 രൂപ മുതൽ 13,04,000 രൂപ വരെയാണ് നീളുന്നത്. വിലയിലെ പരിഷ്കാരം മാറ്റി നിർത്തിയാൽ കൂപ്പെ സ്റ്റൈൽ എസ്യുവിയിൽ കമ്പനി മറ്റു മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. 10 കളർ ഓപ്ഷനുകളിൽ 6 വേരിയന്റുകളിലായി ഫ്രോങ്സ് തുടർന്നും ലഭ്യമാകുന്നതാണ്. ഒപ്പം പഴയ 2 എഞ്ചിൻ ഓപ്ഷനുകൾ തന്നെയാണ് വാഹനത്തിന് തുടിപ്പേകാൻ എത്തുന്നത്. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ, 1.0 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുകളാണ് ഫ്രോങ്സിന്റെ ഹൃദയം. ഇതിൽ ബലോനയിൽ നിന്ന് നേരിട്ട് കടമെടുത്ത നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ AMT ക്ലച്ച്ലെസ് ട്രാൻസ്മിഷനുമായി സെറ്റ് ചെയ്താണ് വിപണിയിലെത്തിക്കുന്നത്. അങ്ങനെ ഈ എഞ്ചിന് 88 bhp പവറിൽ പരമാവധി 113 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട്. അതേസമയം 1.0 ലിറ്റർ ടർബോ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ മോഡലുകൾക്ക് 99 bhp കരുത്തിൽ പരമാവധി 147.6 Nm ടോർക്ക് വരെ വികസിപ്പിക്കാനാകും. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബ്രാൻഡിന്റെ ലൈനപ്പിലേക്ക് 1.0 ലിറ്റർ ടർബോ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ തിരികെ കൊണ്ടുവന്നത് പലർക്കും സന്തോഷം പകരുന്ന സംഗതിയായിരുന്നു. ഇതോടൊപ്പം CNG ഓപ്ഷനിലും കാർ വാങ്ങാൻ സാധിക്കും. ഫ്രോങ്സിന്റെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് വേരിയന്റുകൾക്ക് 28.51 കിലോമീറ്റർ മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇനി ഫീച്ചറുകളിലേക്ക് നോക്കിയാൽ സ്മാർട്ട് പ്ലേ പ്ലസ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ചാർജർ, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീല്, 360 ഡിഗ്രി ക്യാമറ, ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ, എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ്, കീലെസ് എൻട്രി, റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ തുടങ്ങിയ നിരവധി ഫീച്ചറുകളുണ്ട്. അതോടൊപ്പം തന്നെ റിയർ ഡീഫോഗർ തുടങ്ങിയ സംവിധാനങ്ങളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. എന്നാലും ഫ്രോങ്സ് ആരാധകരെ കൂടുതൽ നിരാശപ്പെടുത്തുന്ന ഒരു വിലക്കയറ്റമായി പോയി ഇത്തവണ വന്നിരിക്കുന്നത്.